ഹായ്, നമ്മുടെ മലയാള സിനിമയിലേക്ക് വേറൊരു ഒടിയനും കൂടി വരട്ടെ. നമുക്കറിയാം, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഒടിയനും വന്നിരുന്നു. ആ ചിത്രം വമ്പൻ പ്രതീക്ഷയോടെ നമ്മുടെ മുമ്പിലെത്തി വമ്പൻ നിരാശ സമ്മാനിച്ചു പോയ ചിത്രമാണ്. കാരണം ആ സിനിമ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു. കാരണം വള്ളുവനാട് ഭാഗത്ത് പണ്ട് ഈ ഒടിമറ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സംഭവത്തെ ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഒരു കഥയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ പ്രേക്ഷകന് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് ചോദിച്ചാൽ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നാണ് ആ സിനിമയുടെ ഒരു പരാജയം നമ്മളെ കണക്കാക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒടിയൻ നമ്മുടെ പൃഥ്വിരാജിനെ നായകനാക്കി നമ്മുടെ ബ്രഹ്മയുഗയും ഭൂതകാലമൊക്കെ ചെയ്ത രാഹുൽ സദാശിവനാണ് ഇനി സംവിധാനം ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, അദ്ദേഹം ഒരു ഹൊറർ ബേസ്ഡ് ചിത്രം മാത്രം സംവിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളും ഹിറ്റാണ്. ബ്രഹ്മയുഗമൊക്കെ ഓസ്കാർ ലെവലിലോട്ട് പോയി. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നുള്ളൊരു അദ്ദേഹം ഒടിയൻ എങ്ങനെ മേക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ഒരു സംഭവമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. കാരണം ശ്രീകുമാർ മേനോന് അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യ രീതിയിലുള്ള ആ ഒരു സംഭവത്തിൽ മാറി ഒരു സിനിമ എടുക്കുമ്പോൾ അത് എത്രത്തോളം ഒരു സിനിമാറ്റിക് ആക്കാൻ പറ്റുന്നുള്ളത് അതൊരു നമുക്കൊരു ഡൗട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രം വളരെ പരാജയപ്പെട്ടത്. പിന്നെ ലാലേട്ടൻ്റെ ഒരു മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ പ്രേക്ഷകൻ എത്രത്തോളം ഇഷ്ടപ്പെടാത്തതിന് സംഭവം. കാരണം ലാലേട്ടനിൽ നിന്ന് പ്രേക്ഷകൻ അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമായിരുന്നു. പിന്നെ ആദ്യം മുതലേ അതിൽ ലാലേട്ടൻ മീശ പിരിക്കുന്നു, മറ്റേ മുണ്ട് മടക്കി കുത്തു, ആ ഒരു രീതിയിലൊക്കെ പ്രേക്ഷകൻ അതിനെ കണ്ടു. പക്ഷെ ചിത്രം വന്നപ്പോൾ അതൊന്നുമല്ല. കാരണം ഒടിയനാണെങ്കിൽ എന്തായാലും അവരൊരു കൺസെപ്റ്റ് അവർക്കുണ്ട്. മീശ പിരിക്കണം, മുണ്ട് മടക്കി കുത്തണം, പാറിയടിക്കണം, തിരിഞ്ഞടിക്കണം, ആ ഒരു മൈൻഡ് വരുമ്പോൾ ഈ സിനിമ വേറൊരു രീതിയിൽ ആയപ്പോൾ ഇവർക്ക് അത് വിചാരിച്ച സംഭവം കിട്ടില്ല. പക്ഷേ ഈ ഒടിയൻ എന്ന ഈ പുതിയ ചിത്രം, അതായത് പൃഥ്വിരാജിനെ വെച്ച് രാഹുൽ സദാശിവൻ ചെയ്യുന്ന ചിത്രം ഒരു മലയാളം, തെലുങ്കു, ഹിന്ദി, കന്നഡ അങ്ങനെയുള്ള ഒരുപാട് ഭാഷകളിലാണ് ചിത്രം വരാൻ പോകുന്നത്. ഒരു പാൻ ഇന്ത്യൻ ആയിട്ട് വരാൻ പോകുന്നത്. നമ്മുടെ മഞ്ജു വാര്യറാണ് ഇതിലെ നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. പഴയ ഒടിയലും മഞ്ജു വാര്യറായിരുന്നു, ഇതിലും മഞ്ജു വാര്യറാണ്. എന്തായാലും നമുക്ക് ആ പഴയ ഒടിയൻ പോലെ ആവില്ല എന്ന് 100%. കാരണം പൃഥ്വിരാജിന് ആ ഒരു ക്യാരക്ടർ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും ഡൗട്ടില്ലാത്ത കാര്യം. കാരണം അത്രത്തോളം ഭംഗിയാക്കിയിട്ട് അദ്ദേഹം ചെയ്യുന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറും എന്തായാലും വലിയൊരു ചിത്രമായിട്ടേ കാരണം ഇത് വരിക. കാരണം ചെറിയൊരു ചിത്രമല്ല. അതുപോലെ തന്നെ വലിയൊരു വിജയമായിട്ട് മലയാള സിനിമയിൽ ഈ ഒടിയൻ മാറുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.